വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന പ്രധാന ഉത്സവമാണ് വൈക്കത്തഷ്ടമി. താരകാസുരനെ കൊന്ന് വിജയശ്രീ ലാളിതനായിട്ടെത്തുന്ന സുബ്രഹ്മണ്യനെ അച്ഛനായ വൈക്കത്തപ്പനും ഉപദേവതമാരും ചേർന്ന് സ്വീകരിക്കുന്ന എന്ന സങ്കല്പത്തിലാണ് ഈ അഷ്ടമി രോഹിണി വിളക്ക് നടക്കുന്നത്. നമുക്ക് അഷ്ടമി രോഹിണി ദിനത്തിലെ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉറങ്ങിക്കിടക്കുന്ന വൈക്കത്തമ്പലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ടൂറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന വൈക്കത്താണ്. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വൈക്കത്തഷ്ടമി നാളാണ്. അപ്പോൾ നമുക്ക് വൈക്കത്തഷ്ടമി നാളിലുള്ള വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിലെ കുറച്ച് നല്ല ഉത്സവ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു ക്ഷേത്രക്കുളം തന്നെയാണ് കേട്ടോ. നല്ല രസമാട്ടോ. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. നമുക്ക് ഇതിൻ്റെയൊക്കെ ചരിത്ര വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഈ ഒരു ഉത്സവ കാഴ്ചകൾക്കൊപ്പം തന്നെ നമുക്കൊന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്ന കോട്ടയം ജില്ലയിലെ വൈക്കത്തിൻ്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു പേരുമുണ്ട്. ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേ അറ്റത്ത് 2 നിലയിലാണ് ഊട്ടുപുര. അവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നുണ്ട്. ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളവും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായലും നീണ്ടു നിവർന്ന് കിടക്കുന്നു. എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയല്ലേ. കേരളത്തിലെ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് വൈക്കം ക്ഷേത്രത്തിലേത്. വാസ്തുവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള പെരുന്തച്ചൻ പണിതാന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ 2 ശ്രീകോവിലുകളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ. മറ്റൊന്ന് വാഴപ്പള്ളിയിലാണ്. വാഴപ്പള്ളിയിലാവട്ടെ പെരുന്തച്ചൻ വർത്തുളാകൃതിയിലാണ് ശ്രീകോവിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിയേറ്റവും ആറാട്ടും നോക്കിയല്ല ഉത്സവം ഇവിടെ നടത്തുന്നത്. മൊത്തം 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ 12ാം നാൾ അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം നടത്തപ്പെടുന്നത്. അതോടെ ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നു. മുളയിടലും കലശാഭിഷേകവും വഴി തുടങ്ങുന്ന ഉത്സവം സന്ധ്യയ്ക്കാണ് കൊടിയേറുന്നത്. കൊടിയേറിക്കഴിഞ്ഞാൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുണ്ട്. രോഹിണി ദിവസം സന്ധ്യയ്ക്കാണ് അതിവിശേഷമായ കൂടിപൂജ നടത്തുന്നത്. അതായത് വൈക്കത്തപ്പൻ്റെ പുത്രനായ ഉദയനാപുരത്തപ്പൻ സുബ്രഹ്മണ്യനാട്ടോ ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വച്ച് പിതാവിനെ കാണാൻ വൈക്കത്തെത്തും. തുടർന്ന് ഇരുവരുടെയും ബിംബങ്ങൾ അടുത്തു വച്ച് ശ്രീകോവിൽ നടയടച്ച് പൂജ തുടങ്ങുന്നു. ആ സമയത്ത് ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി കൈലാസത്തിൽ അമരുന്നു എന്നാണ് വിശ്വാസം. ഈ കൂടിപൂജയുടെ മന്ത്രങ്ങൾ തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമേ അറിയുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഉത്സവത്തിൻ്റെ 12ാം ദിവസമായിട്ടുള്ള അഷ്ടമി രോഹിണി ദിനത്തിലാണ്. അന്ന് പതിവിലും നേരത്തെയാണ് നട തുറക്കുന്നത്. അതായത് ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ വരുന്നൊരു ദിവസമാട്ടോ ഈ അഷ്ടമി രോഹിണി. അഷ്ടമി നാളിലെ മഹാനിർമ്മാല്യ ദർശനം നടത്തിയാൽ അഭിഷ്ടസിദ്ധിയും വിജയവും ലഭിക്കും എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തർ ഈ ദർശനം നടത്താൻ വന്നു പോകുന്നുണ്ട്. വൈക്കം മഹാദേവൻ്റെ മാത്രമല്ല സുബ്രഹ്മണ്യ പ്രീതിയും അഷ്ടമി ദർശനത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നതാണ് സങ്കല്പം. അന്നേ ദിവസം ക്ഷേത്രത്തിൽ നിവേദ്യങ്ങളില്ല. കാരണം പുത്രനായ സുബ്രഹ്മണ്യൻ്റെ വിജയത്തിനായി ഭഗവാൻ ശിവൻ ഉപവാസമനുഷ്ഠിക്കുന്നു എന്നതാണ് വിശ്വാസം. എന്നാൽ അന്നേ ദിവസം ഇവിടെ വരുന്ന ഭക്തർക്ക് ഗംഭീര സദ്യ ഉണ്ടാകും. താനൊഴികെ മറ്റാരും അന്ന് പട്ടിണി കിടക്കരുതെന്ന് ഭഗവാൻ നിർബന്ധമാണത്രേ. ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരം അന്നു മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. അതിലൂടെ വൈകിട്ട് ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളിപ്പുണ്ട്. ഭീകരന്മാരായ താരകാസുരനെയും സിംഹമുഖനെയും ശൂരപത്മനെയും കൊലപ്പെടുത്തിയ ശേഷം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ എത്തുന്ന സുബ്രഹ്മണ്യനെ മഹാദേവൻ കിഴക്കേ ആനക്കോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്നാണ് വലിയ കാണിക്ക. ആദ്യം വെക്കുന്നത് കറുകയിൽ കൈമളാണ്. തുടർന്ന് ഭക്തരും ദേവസ്വം അധികൃതരുമെല്ലാം കാണിക്കയിടുന്നു. വൈക്കത്തിനടുത്ത് താമസിക്കുന്ന ഭക്തർ അഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ വന്ന് തൊഴുതില്ലെങ്കിൽ അത് അപകടകരമാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്.
കാണിക്കയിട്ട് കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയം ആയിരങ്ങളെ അത്ഭുതത്തിലാഴ്ത്തും. പിന്നീട് വേദനാജനകമായിട്ടുള്ള കൂടിപ്പിരിയിൽ എന്ന ചടങ്ങാണ്. ശിവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും തിടമ്പുകളേന്തിയ ആനകൾ വേദനാജനകമായിട്ടുള്ള പല ശബ്ദങ്ങൾ ഉയർത്തും. വാദ്യോപകരണങ്ങളെല്ലാം നിർത്തി വിളക്കണിച്ച് തികച്ചും മൗനത്തോടെ സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തേക്കും ശിവൻ ശ്രീകോവിലേക്കും തിരിച്ചു പോകുന്നു. ജഗദീശ്വരനായിട്ടും സ്വന്തം പുത്രൻ്റെ വേർപാടോർത്ത് ദുഃഖിതനായിട്ടാണ് ശിവൻ്റെ മടക്കം. ആ സമയം ദുഃഖകണ്ഠാരം എന്നൊരു രാഗം നാദസ്വരത്തിൽ വായിക്കുന്നുണ്ടാവും. ഇത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ ആറാട്ട്. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഉദയനാപുരം ക്ഷേത്രക്കുളത്തിലാണ് ആറാട്ട്. ആറാട്ടിന് ശേഷം ഉദയനാപുരത്തപ്പൻ്റെ ശ്രീകോവിലിൽ വെച്ചും കൂടിപ്പൂജ ഉണ്ടാവും. ആറാട്ട് കഴിഞ്ഞു വരുന്ന ശ്രീ പരമേശ്വരൻ്റെ ക്ഷീണം മാറ്റാനായി വെള്ളാട്ടുമൂസിൻ്റെ വക മുക്കുടി നിവേദ്യവും അന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കേട്ടതൊക്കെയാണ് അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ. ഉത്സവത്തിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ നടത്തുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവം 2013 തുടക്കമിട്ടത്. അതായത് ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ മാതൃകയിലാണ് ഇത് ഇന്നും നടത്തപ്പെടുന്നത്. ഈ ഒരു സംഗീതോത്സവം ഒരിക്കലെങ്കിലും ഒന്ന് കേട്ട് നമ്മൾ നിന്നു പോകും കേട്ടോ. കാരണം നമ്മുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗീതമാണ്. ഞാൻ ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവം ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ അത് കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ ഒരു വൈക്കത്തെ അഷ്ടമി കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കില്ല. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ചരിത്രം ഇനിയുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നീട് ഒരിക്കലും വരുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് അഷ്ടമി രോഹിണി ദിനത്തിലെ കാഴ്ചകളാണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ മറ്റൊരു നാട്ടിലെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ അമ്പലത്തിലെ ഉത്സവം ഒരിക്കലെങ്കിലും ഇന്ന് കൂടനെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു പറയത്തക്ക പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഒന്ന് തന്നെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഈ വൈക്കത്തഷ്ടമി നാളിൽ.